നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാരാബ്ദങ്ങളുടെ ഭാരവും ചുമലിലേന്തി കടൽ കടന്നവരാണ് നമ്മുടെ പ്രവാസികൾ. ഇന്ന് നമ്മൾ കാണുന്ന കേരളം പടുത്തുയർത്താൻ ഏറിയ പങ്കും നൽകിയവരാണവർ. ഓരോ പ്രവാസിയുടെയും കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെയും ഗന്ധം നമ്മുടെ നാടിന്റെ വികസനത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നത് ആരും ഓർക്കുന്നില്ല. എന്തിന് അധികാരികൾ പോലും. കേൾക്കുന്നവരുടെ കരളലിയിപ്പിക്കുന്ന വിധം പ്രവാസികളുടെ ജീവിതത്തെ വിവരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി. അഷ്റഫ് താമരശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ദാരിദ്ര്യത്തിന്റെയും വിശപ്പിന്റെയും ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ മൂലം ഞങ്ങൾക്ക് നാടുവിടേണ്ടി വന്നു. അങ്ങനെ വിദേശത്ത് പ്രവാസം അനുഭവിക്കുന്നവർ ഞങ്ങൾ പ്രവാസികളായി. പത്തേമാരിയെന്നും ഉരുവെന്നും ലോഞ്ച് എന്നും വിളിപ്പേരുള്ള കൂറ്റൻ തോണിയായ ലാഞ്ചിൽ കയറി നാടുവിടുമ്പോൾ അക്കരെ എത്തുമോ എന്ന് പോലും ഉറപ്പില്ലാതെയാണ് ഞങ്ങളുടെ പൂർവികർ ആദ്യമായി ഇവിടെ വന്നത്. സ്വപ്നഭൂമിയായ കേട്ടുകേൾവി മാത്രമുള്ള അറബ് നാട്ടിലേക്കുള്ള അവരുടെ യാത്ര ദുരിതം നിറഞ്ഞത് തന്നെയായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ അധ്വാനത്തിന്റെയും എല്ലുമുറിഞ്ഞ് കഷ്ടപ്പെട്ടതിന്റെയും ചോര നീരാക്കി ഉണ്ടാക്കിയതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് നമ്മുടെ നാടനുഭവിക്കുന്ന സകല സുഖ സൗകര്യങ്ങളുടെ അടിസ്ഥാനം. പ്രവാസികൾ എന്തായിരുന്നു, പ്രവാസി എങ്ങനെയാണ് ജീവിച്ചതെന്ന് ആരും ചിന്തിച്ചില്ല. പ്രവാസികളുടെ കഷ്ടപ്പാടിലൂടെ നമ്മുടെ നാടിന് കിട്ടിയ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് കേരളത്തിൽ കാണുന്ന നല്ല സ്കൂളുകൾക്ക് കാരണം പ്രവാസി, നല്ല കോളേജുകൾക്ക് കാരണം പ്രവാസി, വലിയ ആശുപത്രികൾ വരാൻ കാരണം പ്രവാസി, വിമാനത്താവളങ്ങൾ വരാൻ കാരണം പ്രവാസി, വിനോദസഞ്ചാര മേഖലകളിലെ വികസനത്തിന് കാരണം പ്രവാസി, സ്മാർട്ട് സിറ്റി വരാൻ കാരണം പ്രവാസി, ബഹുനില കെട്ടിടങ്ങൾ വരാൻ കാരണം പ്രവാസി, വലിയ ഷോപ്പിംഗ് മാളുകൾ വരാൻ കാരണം പ്രവാസി, വ്യവസായ സംരംഭങ്ങൾ വരാൻ കാരണം പ്രവാസി, ലോകത്ത് ഇന്ത്യക്കാരുടെ പ്രശസ്തി ഉയർത്താൻ കാരണം പ്രവാസി, ആരാധനാലയങ്ങൾ ഉയരാനും വളരാനും കാരണം പ്രവാസി. നാട്ടിൽ പ്രളയം വന്നാൽ പ്രവാസിയുടെ സഹായം വേണം. ഇലക്ഷൻ വന്നാൽ എല്ലാ പാർട്ടിക്കാർക്കും പ്രവാസിയെ വേണം. പാർട്ടികൾക്ക് വോട്ട് ചെയ്യാൻ ചാർട്ട് ചെയ്ത് വിമാനത്തിൽ പ്രവാസി വരണം. സുനാമി വന്നാൽ പ്രവാസിയുടെ സഹായം വേണം. ഓഖി ദുരന്തമുണ്ടായാൽ പ്രവാസിയുടെ സഹായം വേണം. അങ്ങനെ നാടിന് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ കാര്യത്തിനും പ്രവാസി ഉണ്ടായിരുന്നു. പ്രവാസിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ആരുമില്ല. കടം മേടിച്ചും നാടിനൊരു ആവശ്യം വന്നപ്പോൾ ചോദിക്കാതെ സഹായം ചെയ്ത പ്രവാസിക്ക് വിമാനയാത്രയ്ക്ക് കാശില്ലാതെ വന്നപ്പോൾ സർക്കാരുമില്ല, ആരും ഇല്ല. ഇതിനെ നന്ദികേടെന്നല്ലാതെ എന്ത് പേരിട്ട് വിളിക്കും? ഓർക്കുക, അധികാരികളെ ഓരോ പ്രവാസിയുടെയും കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെയും ഗന്ധം നമ്മുടെ നാടിന്റെ വികസനത്തിൽ അലിഞ്ഞു ചേർത്തിട്ടുണ്ട്. ദുഃഖവും സന്തോഷവും സ്വപ്നവും വീഴ്ചയും പ്രതീക്ഷകളും കൈമുതലാക്കിയിട്ടുള്ളവരാണ് ഞങ്ങൾ. സ്വയം ഉരുകി മറ്റുള്ളവർക്ക് ജ്വാലയാവുന്നവനാണ് പ്രവാസി എന്ന പതിവ് രീതിയെങ്കിലും ഞങ്ങൾക്ക് തോൽക്കാനോ ഞങ്ങളെ തോൽപ്പിക്കുവാനോ കഴിയില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.